എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ എങ്ങനെ ബീഫ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയുടെ കളർ മാറി വരുമ്പോൾ കൊച്ചുള്ളി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിനു ശേഷം ഒരു തക്കാളി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിക്കണം. ഒരു 5 മിനിറ്റോളം ബീഫ് മസാലയിൽ വഴറ്റിയെടുക്കണം. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് 5-6 വിസിൽ വേവിക്കാം. ഇപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്